ഹായ്, നമ്മളിന്ന് നോക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. മെയിൻലി 7 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണുള്ളത്. മനസ്സിലാവുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് ടെസ്റ്റിംഗ് ദി ഗിവൺ പോപ്പുലേഷൻ മീൻ. സെക്കൻഡ് ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ മീൻ. തേർഡ് വരുന്നത് ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഇൻ ദി കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് അല്ലെങ്കിൽ പെയർഡ് ഒബ്സർവേഷൻ. പിന്നെ ഫോർത്ത് വരുന്നത് ടെസ്റ്റിംഗ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ഫിഫ്ത്ത് വരുന്നത് ടെസ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് ടു പ്രൊപ്പോർഷൻ. സിക്സ്ത് വൺ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സെവൻത്ത് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ടു പോപ്പുലേഷൻസ്. ഫസ്റ്റ് 3 ടെസ്റ്റിംഗ് വരുന്നത് പോപ്പുലേഷൻ മീനായിട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ ഫോർത്തും ഫിഫ്ത്തും പോപ്പുലേഷൻ പ്രപ്പോർഷനായിട്ട് റിലേറ്റഡ് ആണ്. സിക്സ്ത്തും സെവൻത്തും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനായിട്ടും റിലേറ്റഡ് ആണ്. ഈ 7 ടെസ്റ്റും നമ്മൾ ഡിഫറെൻറ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേംസുകൾ എന്ന് പറയുന്നത് നൾ ഹൈപ്പോത്തിസിസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് H0 വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് H1 അല്ലെങ്കിൽ HA വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് 3 ഇക്വേഷൻസിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോപ്പുലേഷൻ മീനെ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ടേബിൾ വാല്യൂ ഓഫ് പോപ്പുലേഷൻ മീന് മ്യൂ നോട്ട് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. സാമ്പിൾ സൈസിനെ നമ്മൾ N വെച്ചിട്ടാണ്, സ്മോൾ ലെറ്റർ N വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതേപോലെ സാമ്പിൾ മീനിനെ H വെച്ചിട്ടും. സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സ്മോൾ ലെറ്റർ S ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സിഗ്മ വെച്ചിട്ടും സ്റ്റാൻഡേർഡ് എററിനെ SE വെച്ചും പോപ്പുലേഷൻ പ്രപ്പോർഷനെ സ്മോൾ ലെറ്റർ P ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സിമ്പിൾസ് നമ്മൾ ഇക്വേഷൻസിൽ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദി ഗിവൺ പോപ്പുലേഷൻ മീൻ. ഫസ്റ്റ് ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന പോപ്പുലേഷൻ മീൻ ട്രൂ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 6 സ്റ്റെപ്ഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്കിതിൽ സെറ്റ് ടെസ്റ്റും അതേപോലെ തന്നെ T ടെസ്റ്റും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് സ്റ്റെപ്സ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, സെറ്റിംഗ് എ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ മീൻ ആൻഡ് പോപ്പുലേഷൻ മീൻ. ഇറ്റ് ഈസ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ ഇസ് ട്രൂ. It can be expressed as mu equal to mu naught, where mu naught stand for numerical value of population mean. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് ഫോം ചെയ്യുകയാണ്, ദാറ്റ് ഈസ് മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് എന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഏത് ടെസ്റ്റ് ക്രൈറ്റീരിയ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സാമ്പിൾ സൈസ് വലുതാണെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. സാമ്പിൾ സൈസ് സ്മോൾ ആണ്, അതേപോലെ പോപ്പുലേഷൻ ST നോൺ ആണെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റ് തന്നെ യൂസ് ചെയ്യും. ഇൻ കേസ് സാമ്പിൾ സൈസ് സ്മോളും പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോട്ട് നോൺ ആണെങ്കിൽ നമ്മൾ T ടെസ്റ്റും യൂസ് ചെയ്യും. അതായത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോൺ ആണെങ്കിൽ നമ്മൾ Z ടെസ്റ്റും, അതേപോലെ തന്നെ നോട്ട് നോൺ ആണെങ്കിൽ T ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാണ്. അതായത് Z is equal to X bar minus mu divided by SE. അതിൽ X bar ഡിനോട്ട് ചെയ്യുന്നത് സാമ്പിൾ മീനെ, മ്യൂ ഡിനോട്ട് ചെയ്യുന്നത് പോപ്പുലേഷൻ മീൻ ആൻഡ് SE സ്റ്റാൻഡേർഡ് എററിനെ. എഗെയിൻ സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 3 ഫോർമുല വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് സിഗ്മ ഡിവൈഡഡ് ബൈ റൂട്ട് N വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോൺ ആൻഡ് സാമ്പിൾ ഈസ് സ്മോൾ ഓർ ലാർജ്. സെക്കൻഡ് വരുന്നത് S ഡിവൈഡഡ് ബൈ റൂട്ട് N വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോട്ട് നോൺ ആൻഡ് സാമ്പിൾ ഈസ് ലാർജ്. തേർഡ് വരുന്നത് S ഡിവൈഡഡ് ബൈ റൂട്ട് N-1 വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോട്ട് നോൺ ആൻഡ് സാമ്പിൾ ഇസ് സ്മോൾ. ഇനി ഫോർത്ത് സ്റ്റെപ്പിൽ സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റ് ആയിരിക്കും. T ടെസ്റ്റിൽ N-1 ആയിരിക്കും. ഫിഫ്ത്ത് സ്റ്റെപ്പ് വരുന്നത് ദെൻ ഗെറ്റിംഗ് ദി ടേബിൾ വാല്യൂ ഓഫ് ദിസ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ദി ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് ലെവൽ ഓഫ് ഇൻഫിനിറ്റ്. നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ ടേബിൾ വാല്യൂ വാലുവേറ്റ് ചെയ്യും. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതാണ്. അതായത് നമ്മൾ കണ്ടുപിടിച്ച ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ടേബിൾ വാല്യൂവിനേക്കാളും ലെസ്സർ ആണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. അത്രയാണ് ഫസ്റ്റ് ടെസ്റ്റിൽ വരുന്നത്. ഇനി സെക്കൻഡ് ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ മീൻ. 2 പോപ്പുലേഷൻ മീൻ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഇതിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് 2 സ്റ്റെപ്പ് നേരത്തെ പോലെ തന്നെ സെയിം ആണ്. അതായത് നൾ ഹൈപ്പോത്തിസിസ് ആണ് ഫസ്റ്റ് നമ്മൾ ഫോം ചെയ്യുന്നത്, mu1 ഈക്വൽ ടു mu2.
സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് നമ്മൾ സെഡ് ടെസ്റ്റ് ആണോ അതോ ടി ടെസ്റ്റ് ആണോ അപ്ലൈ ചെയ്യുന്നത് നോക്കുന്നതാണ്. നേരത്തെ പോലെ തന്നെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോണും സാമ്പിൾ സൈസ് വലുതുമാണെങ്കിൽ നമ്മൾ സെഡ് ടെസ്റ്റും അല്ലെങ്കിൽ ടി ടെസ്റ്റും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡിഫറൻസ് വരുന്നത് തേർഡ് സ്റ്റെപ്പിലാണ്. നമ്മൾ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫോർമുലയായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 2 ഡിവൈഡഡ് ബൈ എസ് സി. അതിൽ എക്സ് ബാർ 1ഉം എക്സ് ബാർ 2ഉം സാമ്പിൾ മീനെ ഡിനോട്ട് ചെയ്യുന്നു, എസ് സി സ്റ്റാൻഡേർഡ് എററിന്. ഇനി സ്റ്റാൻഡേർഡ് എറർ കണ്ടുപിടിക്കാനായിട്ട് 4 ഫോർമുല വരുന്നുണ്ട്. വെൻ 2 സാമ്പിൾസ് ആർ ഡ്രോൺ ഫ്രം പോപ്പുലേഷൻ വിത്ത് ദ സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എസ് സി ഈക്വൽ ടു സിഗ്മ റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2. ഇനി സെക്കൻഡ് വരുന്നത് വെൻ ദി 2 സാമ്പിൾസ് ആർ ഡ്രോൺ ഫ്രം പോപ്പുലേഷൻ വിത്ത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എസ് സി ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2. തേർഡ് വരുന്നത് when population standard deviation are not known and the samples are large, then assuming standard deviation are different, so s equal to root s1 square divided by n1 plus s2 square divided by n2. Fourth വരുന്നത് when population standard deviation are not known and samples are small, assuming sc is the same for both population, so sc equal to root n1 s1 square plus n2 s2 square divided by n1 plus n2 minus 2 into 1 by n1 plus 1 by n2. അതിൽ n1ഉം n2ഉം സാമ്പിൾ സൈസും s1ഉം s2ഉം സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഡിനോട്ട് ചെയ്യുന്നു. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. ടി ടെസ്റ്റിലാകുമ്പോൾ n1 പ്ലസ് n2 മൈനസ് 2 ആണ് ഫോർമുല വരുന്നത്. ഡിഗ്രി ഓഫ് ഫ്രീഡം സെഡ് ടെസ്റ്റിലാണെങ്കിൽ ഇൻഫിനിറ്റ് തന്നെയായിരിക്കും. ഫിഫ്ത്ത് സ്റ്റെപ്പ് നമ്മൾ ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ്. സിക്സ്ത് സ്റ്റെപ്പിൽ നമ്മൾ ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കുന്നതാണ്. നേരത്തെ പോലെ തന്നെ ടേബിൾ വാല്യൂവിനേക്കാളും ലെസ്സറാണ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിന് വാല്യൂ എങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. സോ ഇത്രയാണ് സെക്കൻഡ് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. ഇത് നമ്മൾ നോക്കുന്നത് തേർഡ് കേസാണ്, ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഇൻ ദി കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് ഓർ പെയർഡ് ഒബ്സർവേഷൻ. അതായത് ഇത്രയും നേരം നമ്മൾ നോക്കിയിരുന്നത് ഡിപ്പെൻഡൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാമ്പിളുകളുടെ ഒബ്സർവേഷനാണ്. ഇനി നമ്മൾ നോക്കുന്നത് സാമ്പിൾസ് ഹാവിങ് എ റിലേഷൻഷിപ്പ്. സോ ഇതിൽ നമ്മൾ സെഡ് ടെസ്റ്റ് യൂസ് ചെയ്യില്ല, ടി ടെസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫോർമുല വരുന്നത് ടി ഈക്വൽ ടു ഡി ബാർ ഡിവൈഡഡ് ബൈ എസ് സി, where d bar is the mean of the difference between the value, sc equal to s divided by root n minus 1, where s is the standard deviation of the d value. Degree of freedom n minus 1ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആണ് തേർഡ് ടെസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫോർത്ത് ടെസ്റ്റാണ്, ദാറ്റ് ഈസ് ടെസ്റ്റിംഗ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ. അതിൽ നൾ ഹൈപ്പോത്തസിസ് വരുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓർ പി ഈക്വൽ ടു P0. അതിൽ പി ഡിനോട്ട് ചെയ്യുന്നത് പോപ്പുലേഷൻ പ്രപ്പോർഷനെയും P0 ഡിനോട്ട് ചെയ്യുന്നത് ഗിവൺ വാല്യൂ ഓഫ് പോപ്പുലേഷൻ പ്രപ്പോർഷനെയാണ്. ഇതിൽ നമ്മൾ സെഡ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്. സോ സെഡ് ഇസ് ഈക്വൽ ടു പി മൈനസ് പി ഡിവൈഡഡ് ബൈ എസ് സി ആണ് ഫോർമുല വരുന്നത്. അതിൽ എസ് സി കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ. പി ഈക്വൽ ടു പോപ്പുലേഷൻ പ്രപ്പോർഷൻ ആൻഡ് ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി. എൻ എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് തന്നെയാണ്. ബാക്കിയെല്ലാ സ്റ്റെപ്പുകളും സിമിലർ തന്നെയാണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം സെഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ഇൻഫിനിറ്റ് തന്നെയായിരിക്കും. സോ അത് കഴിഞ്ഞ് ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ടേബിൾ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യുക, ലാസ്റ്റ് ഹൈപ്പോത്തസിസ് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ എടുക്കാം. സോ ഇത്രയാണ് ഫോർത്ത് ടെസ്റ്റിൽ വരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് ടെസ്റ്റാണ്, ടെസ്റ്റിംഗ് ക്വാളിറ്റി ഓഫ് 2 പ്രപ്പോർഷൻ. ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ പ്രപ്പോർഷൻ ഓർ P1 ഈക്വൽ ടു P2. ഇതൊരു ലാർജ് സാമ്പിൾ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് സെഡ് ടെസ്റ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇക്വേഷൻ വരുന്നത് Z ഇസ് ഈക്വൽ ടു P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ എസ് സി. അതിൽ P1 P2 പോപ്പുലേഷൻ പ്രപ്പോർഷൻ തന്നെയാണ്. എസ് സി കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് ഓഫ് P0 Q0 ഇൻറ്റു 1 ബൈ n1 പ്ലസ് 1 ബൈ n2, വേർ P0 ഈക്വൽ ടു n1 P1 പ്ലസ് n2 P2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ആൻഡ് Q0 ഈക്വൽ ടു 1 മൈനസ് P0. ബാക്കിയെല്ലാ പ്രൊസീജിയറും സെയിം തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് സിക്സ്ത് ടെസ്റ്റിംഗ് ആണ്, ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതും സാമ്പിൾ സൈസ് ലാർജ് ആയതുകൊണ്ട് നമ്മൾ സെറ്റ് ടെസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ സെറ്റ് ഈക്വൽ ടു എസ് മൈനസ് സിഗ്മ ഡിവൈഡഡ് ബൈ എസ് സി, വെയർ എസ് ആൻഡ് സിഗ്മ ആർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സാമ്പിൾ ആൻഡ് പോപ്പുലേഷൻ റെസ്പെക്റ്റീവ്ലി. ഇനി എസ് ഇ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സിഗ്മ ഡിവൈഡഡ് ബൈ √2n ആണ്. സ്മോൾ സാമ്പിൾ സൈസ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ടെസ്റ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് ടു പോപ്പുലേഷൻസ്. ഇതിൽ നൾ ഹൈപ്പോത്തസിസ് വരുന്നത് ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ 2. സെറ്റ് ടെസ്റ്റ് തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ സെറ്റ് ഈസ് ഈക്വൽ ടു S1 മൈനസ് S2 ഡിവൈഡ് ബൈ SC. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ SC കണ്ടുപിടിക്കാനുള്ള ഫോർമുല √സിഗ്മ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ഡിവൈഡ് ബൈ 2n2. ഇനി പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നോട്ട് നോൺ ആണെങ്കിൽ √S1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n1 പ്ലസ് S2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2n2. ബാക്കി എല്ലാ പ്രൊസീജിയറും സെയിം ആണ്. സ്മോൾ സാമ്പിൾ ആണെങ്കിൽ നമ്മൾ F ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് 7 ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. താങ്ക് യു.